ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഞാൻ എൻ്റെ വിഷയം എങ്ങനെ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നുവോ അതിൻ്റെ ഒരു രീതി വിട്ട് അവതരിപ്പിക്കേണ്ട ഒരു നിർബന്ധിത അവസ്ഥയിലാണ് ഞാനിപ്പോഴുള്ളത്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് മൻസൂർ അലി അവസാനം പറഞ്ഞതുപോലെ സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതിനെ പ്രചരിപ്പിക്കുവാനും അതിൻ്റെ വക്താക്കളായി മാറുവാനും നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണമെന്ന് ഞാൻ ആദ്യമേ ഉണർത്തുകയാണ്. ആശയപരമായ ഒരു അടിസ്ഥാനത്തിലാണ് ഏതൊരു പ്രസ്ഥാനവും നിലനിൽക്കുന്നത്. ഇവിടെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഹിജ്റ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി വന്നതുകൊണ്ടല്ല ഈ പ്രശ്നത്തിലൊരു തർക്കമുണ്ടായത്. അതാണ് ആദ്യത്തെ അബദ്ധം. കാരണം ഹിജ്റ കമ്മിറ്റി ഇല്ല എന്ന് കരുതുക. ഹിജ്റ കമ്മിറ്റിയും മണിഫാനും എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും എന്താണ് മാസമാറ്റത്തിൻ്റെ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ? ഹിജ്റ കമ്മിറ്റി ഇല്ലെങ്കിൽ എല്ലാ പ്രശ്നവും തീർന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ഖുർആനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാസമാറ്റം നിർണ്ണയിക്കപ്പെടുമോ? എല്ലാവർക്കും പറയാൻ സാധിക്കില്ല. കാരണം എന്താ? മുസ്ലിങ്ങൾക്കിടയിൽ ഈ വിഷയത്തിലൊരു അഭിപ്രായ ഐക്യമില്ല. ഉദാഹരണത്തിന് കാണുന്നതാണ് ഹിലാൽ എന്ന് വെച്ചാൽ തന്നെ അത് കാണുന്നതാണോ അല്ലെന്ന് ഞാൻ പറയാം. എന്നാൽ എവിടെ കാണണം, എങ്ങോട്ട് നോക്കണം, എപ്പോൾ നോക്കണം, ആ കണ്ടത് ആർക്കൊക്കെ ബാധകമാണ്, അത് എത്രമാത്രം ഏത് പ്രദേശത്തിന് ബാധകമാണ്? കാപ്പാട്ട് കണ്ടത് അത് കോഴിക്കോട് മാത്രം ബാധകമാണോ, അത് പാറശാലയ്ക്ക് ബാധകമാണോ, കാസർഗോഡിന് ബാധകമാണോ, കാസർഗോഡ് കണ്ടത് മംഗലാപുരത്തിന് ബാധകമാണോ? ഇങ്ങനെ കാണലിലുള്ള ഒരുപാട് ഉത്തരങ്ങൾ എൻ്റെ സഹോദരനായ മൻസൂർ അലി തന്നെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ നിലപാട് പൂർണ്ണമായും ശരിയാണെന്ന് മുജാഹിദ് പണ്ഡിതന്മാർക്ക് പോലും അഭിപ്രായമില്ല. അതിന് അദ്ദേഹം തന്നെ എഴുതിയ രേഖകളുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് ഒരു കക്ഷിയുടെ പ്രശ്നമല്ല, ഒരു പാർട്ടി പ്രശ്നമല്ല, മറിച്ച് ഈ വിഷയത്തിൽ എന്താണ് ശരിയായ സമീപനം എന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. ആ കണ്ടെത്തൽ ഈ ഒരു ചർച്ചയ്ക്ക് പോലും എനിക്ക് വ്യക്തിപരമായി താല്പര്യമില്ല. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എമ്പാട് ചർച്ചകൾ നടക്കും, എന്നിട്ട് പിരിഞ്ഞു പോകും. എന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായോ? ലോകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചന്ദ്രന്റെ ഉദയം കണ്ടാൽ മതി എന്ന് വാദിച്ചവർ പോലും ആ ഉണ്ടായാൽ മതി എന്ന് കേരളത്തിലുള്ള ഇന്നിവിടെ പങ്കെടുക്കേണ്ടിരുന്ന ബഹുമാനനായ CP ഉമർ സുല്ലമി പോലും ഇവിടെ ഈ വേദിയിൽ വെച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതുപോലും കേരളത്തിൽ നടപ്പായില്ല. ഈ കൊല്ലത്തെ റമദാൻ, ഞാനത് ഈ കൊല്ലത്തെ ശവ്വാൽ നിങ്ങൾ എടുത്തു നോക്കൂ. അപ്പോൾ ഇവിടുത്തെ തർക്കം എന്താണ്? ന്യൂമൂൺ എന്ന് പറയുന്നത് ആസ്ട്രോണമിക്കൽ ന്യൂമൂൺ എന്നതാണ് ഹിജ്റ കമ്മിറ്റിയുടെ മാനദണ്ഡം. ക്രസന്റ് ന്യൂമൂണാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാനദണ്ഡം. ഇത് കളവാണ് സത്യത്തിൽ, ഇത് യാഥാർത്ഥ്യമല്ല. കാരണം നിങ്ങളിവിടെ ഹിജ്റ കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന കലണ്ടർ എടുത്ത് നോക്കൂ. ഹിജ്റ കമ്മിറ്റിക്ക് 1-ാം തീയതി എന്ന ആസ്ട്രോണമിക്കൽ ന്യൂമൂൺ സംഭവിക്കുന്ന അന്നാണോ? അല്ല, മറിച്ച് അതിന്റെ പിറ്റേന്നാണ്. അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 1-ാം തീയതി എന്ന ഞാനിത് അവിടെ ഞാൻ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം 2-ാം വാള്യത്തിലുള്ള ഒരു പരാമർശമാണ്. എന്താ അവിടെ പറയുന്ന നോക്കുകൾ? ഇസ്ലാം 2-ാം വാള്യത്തിലെ പേജ് 671-ാമത്തെ പേജിൽ ഒരു അമാവാസി കഴിഞ്ഞ് ചന്ദ്രക്കല കാണപ്പെടുന്നത് മുതൽ അടുത്ത അമാവാസി കഴിഞ്ഞ് ചന്ദ്രക്കല വീണ്ടും കാണപ്പെടുന്നത് വരെയുള്ള കാലമാണ് ഒരു മാസമായി കണക്കാക്കുന്നത്. അപ്പൊ ഇവിടെ ഏത് വന്നു? അമാവാസി വന്നു. ഇനി എന്തിനാ അമാവാസിക്ക് തെളിവ് വയ്ക്കുന്നത്? നിങ്ങൾ പറയൂ. ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഈ പ്രതിനിധിയായി വന്നത്. ഒരു അമാവാസിക്ക് മാനദണ്ഡം ഇസ്ലാമിലില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട്? അതാണല്ലോ ഹിലാൽ എന്ന് പറഞ്ഞാൽ ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് മദീനി എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ തന്നെ ഹിലാൽ, അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ പേജ് 22-ാമത്തെ പേജ് നിങ്ങൾ നോക്കാം. ആ 22-ാമത്തെ പേജിൽ അദ്ദേഹം സൂചിപ്പിച്ചു എന്താണ് ഹിലാൽ? ഹിലാൽ എന്നാൽ മാസാരംഭത്തിൽ, അത് ബ്രാക്കറ്റാണ്, ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രക്കലയുടെ പേരാണ്. അല്ലെങ്കിൽ മാസാരംഭത്തിലെ ആദ്യത്തെ 2 ദിവസം, അല്ലെങ്കിൽ 3 ദിവസം, അതുമല്ലെങ്കിൽ 7 ദിവസം, പിന്നെ മാസ അവസാനത്തിലെ 2 ദിവസത്തിലെ ചന്ദ്രനും ഹിലാൽ എന്ന് പറയും. മറ്റു ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രന് കമർ എന്നാണ് പറയാം.
ഇനി നിങ്ങൾ പറയും ഏത് ഹിലാൽ മുതലാ മാസം തുടങ്ങാം? ഇത് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള കാമുസുൽ മുഹീത്തിൽ നിന്നാണ്. അപ്പോൾ ഹിലാൽ കൊണ്ടാണ് മാസം തുടങ്ങൽ എന്ന് വന്നാൽ ഏത് ഹിലാൽ മുതൽ തുടങ്ങണം? മാസാവസാനത്തിലെ ഹിലാൽ മതിയോ? അല്ലെങ്കിൽ മാസ ആരംഭത്തിലുള്ള 7ാമത്തെ ദിവസം ഹിലാൽ മതിയോ? അല്ലെങ്കിൽ 3ാമത്തെ ദിവസം ഹിലാൽ മതിയോ? ഏത് ഹിലാലാ? അപ്പൊ പ്രശ്നം ഇതാണ്, ഇതിന്റെ മർമ്മം. ഇനി നമ്മളൊക്കെ സാധാരണ ടെർമിനോളജിയിൽ പോലെ എന്തില്ല, ആസ്ട്രോണമിക്കൽ ന്യൂമൂൺ, ക്രസന്റ് ന്യൂമൂൺ എന്നിട്ട് ഇങ്ങനെ 2 ന്യൂമൂൺ ഇല്ല, ഒരു ന്യൂമൂണേ ഉള്ളൂ. ആ ന്യൂമൂണിന് ഹിലാൽ എന്നാണ്. നിങ്ങൾ ന്യൂമൂൺ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന എല്ലാ ഡിക്ഷണറികളും പരിശോധിച്ച് നോക്കൂ. അതുപോലെ തന്നെ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിശോധിച്ച് നോക്കൂ. അവിടെ ഹിലാലിന് ന്യൂമൂൺ തന്നെ ഉണ്ട്. ഇത് ആരും മണിപ്പാനൊന്നും കണ്ടുപിടിച്ചല്ല. ഞാൻ സത്യം പറയാലോ, ഈ വിഷയമൊക്കെ മനസ്സിലാക്കിയിട്ട് എത്രയോ കഴിഞ്ഞിട്ട് ഞാൻ മണിപ്പാൻ എന്ന ആളെ തന്നെ കാണുന്നു. എന്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറയാം. ഞാൻ ഒരുപാട് കാലം ഈ വിഷയത്തിന് വേണ്ടി എതിരായി വാദിക്കുകയും പിന്നീട് ഇതിന് ഉത്തരമില്ലാതിരുന്നപ്പോഴാണ് ഇതിന്റെ വക്താവായി മാറിയത്. കാരണം ഹിലാൽ എന്നത് എന്താണ് എന്നത് മാസാരംഭത്തിൽ ആദ്യത്തേതിന് പറയും, 2ാമത്തേതിന് പറയും, 3ാമത്തേതിന് പറയും, 7ാമത്തേതിനും പറയും. അപ്പൊ നോർത്ത് അമേരിക്കയിലൊക്കെ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്? അവർ പെരുന്നാൾ തുടങ്ങണേ, അവർ ഹിലാൽ കണ്ടിട്ടാണ് തുടങ്ങണേ. അപ്പൊ ഇസ്ലാമിക മാനദണ്ഡ പ്രകാരം ഒരു മാസം ആരംഭിക്കാൻ പ്രത്യേക മാനദണ്ഡമൊന്നുമില്ലാതെ വരും. എന്നാൽ ഖുർആൻ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു? ഇപ്പൊ മൻസൂർ അലി സാഹിബ് ഇവിടെ സൂചിപ്പിച്ച ഒരു വിഷയം, ഞാനിത് പറയരുന്നത് മനഃപൂർവ്വം വിചാരിച്ചിരുന്നു, പക്ഷെ ഒരു വിഷയത്തോട് നീതി പുലർത്താതെ ഒരു വിഷയം അവസാനിപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, മണിക്ഫാൻ തന്നെ പറഞ്ഞു, എന്ത് ഇത് ഞാൻ ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അങ്ങനല്ല അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതാ, ഞാനിത് പലരോടും പറഞ്ഞു, പക്ഷെ അവരാരും ഇത് അംഗീകരിച്ചില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് സൗദി അറേബ്യ കേട്ടു, 2 ദിവസം ചർച്ച നടന്നു, കേട്ടു. സൗദി അറേബ്യ അദ്ദേഹം അയച്ച കത്തിന് സൗദി അറേബ്യ തിരിച്ചയച്ച മറുപടി എന്റെ കയ്യിലുണ്ട്. ആരും കേൾക്കാത്ത പ്രശ്നമൊന്നുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ കേരളത്തിലുള്ള പല പണ്ഡിതന്മാരും കേട്ടല്ലോ, മുജാഹിദ് പ്രസ്ഥാനം തന്നെ കേട്ടല്ലോ, ചർച്ച ചെയ്തല്ലോ. അംഗീകരിക്കുന്നത് അംഗീകരിക്കാതിരിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം, അതും വിഷയമല്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രസ്ഥാനം തന്നെ മുന്നോട്ട് വെക്കുന്ന പല വിഷയങ്ങളും ലോക സലഫികൾ അംഗീകരിക്കുന്ന എത്ര ഉണ്ട്? കേരളത്തിൽ നമ്മൾ തന്നെ എഴുതിയില്ലേ, കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനം ലോകത്തുള്ള സലഫി പ്രസ്ഥാനത്തിൽ നിന്ന് എന്തുകൊണ്ടും വ്യതിരിക്തമാണ്. ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഈ ജിന്ന് ശൈത്താൻ വിഷയം ഉണ്ടായപ്പോ ഗൾഫിൽ പോയ സമയത്ത് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത്, ഈ വിഷയം എന്ത് ചെയ്യേണ്ടതില്ല, ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം എന്താ, ഇവിടെയുള്ള സലഫി പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ വേറെ കാഴ്ചപ്പാടാണ്. അപ്പൊ കേരളത്തിലുള്ള സലഫി പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വിഷയത്തിൽ കേരള ഹിലാൽ എന്ന് പറയുന്നത് എന്താണ് എന്നത് കൃത്യമായി ഇവിടെ വ്യവച്ഛേദിച്ചിട്ടില്ല. മാസാരംഭത്തിലെ ദിവസത്തിന് മാത്രമല്ല ഹിലാൽ എന്ന് പറയുക, അത് ഈ ബുക്ക് കൊണ്ട് വ്യക്തമായി. ഇനിയുള്ള വിഷയം എന്താ, ഖുർആൻ മാസാരംഭത്തിന് എന്ത് മാനദണ്ഡം പറയുന്നു? ഖുർആനിലെ 2ാമത്തെ അധ്യായം 189ാമത്തെ വചനം ഖുർആൻ പഠിപ്പിച്ചെന്താ, യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. എന്താണ് വിഷയം? ഖുർആൻ പറഞ്ഞു, അഹില്ലത്താണ് മാസമാറ്റത്തിന്റെ മാനദണ്ഡം. ഇനി നിങ്ങൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്? സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. അതിന്റെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക, അതിന്റെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക. അത് നിങ്ങൾക്ക് മറയ്ക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാസം പൂർത്തിയാക്കുക എന്ന് കൽപ്പനയുണ്ട്, അത് കണക്ക് കൂട്ടുക എന്ന് കൽപ്പനയുണ്ട്, നിങ്ങളത് 30 പൂർത്തിയാക്കുക എന്ന് കൽപ്പനയുണ്ട്. ഏതാ മറയ്ക്കപ്പെടുന്നത്? ചന്ദ്രൻ. അപ്പൊ മാസത്തിലെ ഒരു ദിവസം ചന്ദ്രൻ മറയ്ക്കപ്പെടുന്നു. ആ മറയ്ക്കപ്പെടുന്ന ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കൂട്ടാൻ പറഞ്ഞത്. മേഘം മൂടിയാൽ എന്ന ആ വാക്കിന് അർത്ഥമില്ല. കാരണം ഫഖ്ദുറു ഫൈൻ ഉമ്മ അലൈക്കും എന്ന വാക്കുണ്ട്, ഫൈൻ ഖഫിയ എന്ന വാക്കുണ്ട്, ഒബിയ എന്ന വാക്കുണ്ട്, ഉഗ്മിയ എന്ന വാക്കുണ്ട്. ഇതെല്ലാം മേഘത്തിനെ പറ്റി പറയുന്നതല്ല, മറിച്ച് അത് മറയ്ക്കപ്പെട്ടാൽ, അഥവാ മാസത്തിലെ ഒരു ദിവസം ചന്ദ്രൻ മറയ്ക്കപ്പെടും. അതാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഉദ്ധരണിയിൽ എന്ത്, ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത ദിവസം മഗ്‌രിബിന് കണ്ടാൽ അടുത്ത ദിവസം കണ്ടിട്ട് പിറ്റേന്ന് തുടങ്ങുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനദണ്ഡമായിരുന്നോ? ഇതാണ് ഞാൻ അടുത്ത പരിശോധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലെങ്കിലും ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ മഗ്‌രിബിന് ചന്ദ്രനെ നിരീക്ഷിക്കാൻ പോവുകയോ നിരീക്ഷിക്കാൻ ആളയക്കുകയോ അങ്ങനെ നിരീക്ഷിക്കാൻ പോകുന്ന ആൾക്ക് മഗ്‌രിബ് ജമാഅത്തിൽ നിന്ന് ഇളവ് നൽകുകയോ അല്ലെങ്കിൽ അത്തരം ഒരു പ്രവൃത്തി ചെയ്തതായി ഒരു തെളിവ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.
അതിൽ നിന്ന് എന്ത് മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയല്ല ചെയ്തതെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മഗ്രിബിനാണ് കാണേണ്ടതെന്ന് പറയുന്ന ആളുകൾ അത് മഗ്രിബിനാണ് നോക്കേണ്ടത് എന്നതിന് തെളിവ് പറയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ സുന്നത്ത് ഉദ്ധരിച്ചിട്ടാണ് നബി മഗ്രിബിന്റെ സമയത്ത് എന്ത് ചെയ്തു? ഈ സ്ഥലത്തേക്ക് നോക്കി. ഇനി ഇവിടെ വിഷയം പൂർണ്ണമായിട്ടില്ല. ഇനി കാണണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ ചർച്ചയിൽ വന്നിട്ടില്ല. അത് മാത്രമല്ല, നിലവിലുള്ള സംവിധാനത്തിലുള്ള അപാകതകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താണ് നിലവിലുള്ള സംവിധാനത്തിലെ അപാകത? എന്നിട്ടല്ല പരിഹാരത്തിന്റെ വിഷയം. ഏതൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാവുന്നതും ഹിജ്റ കമ്മിറ്റി ഒരു കാര്യം പറഞ്ഞു തെറ്റാണെങ്കിൽ അത് ഇവിടെ തന്നെ പറഞ്ഞ് തിരുത്തണം. കാരണം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാനദണ്ഡം എന്താണ്? നബി എങ്ങോട്ടാണ് നോക്കിയത്, ഏത് സമയത്താണ് നോക്കിയത്, ഇതുവരെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി അഖില്ലത്താണ് മാനദണ്ഡം എന്ന് പറഞ്ഞു. അതോടൊപ്പം ഖുർആൻ വേറൊരു മാനദണ്ഡം കൂടി പറയുന്നുണ്ട്, മനാസിലുകളെ പറ്റി. മനാസിലുകളെ പറ്റി നമ്മുടെ ചർച്ചയിലൊന്നും വരുന്നില്ല. എന്താ മനാസിലുകൾ എന്ന് പറഞ്ഞിട്ടില്ല. ആ മനാസിലുകളെ എങ്ങനെ നിരീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഖുർആൻ പറഞ്ഞു മനാസിലുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് വലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, നിങ്ങൾക്ക് ആ ചന്ദ്രന്റെ പ്രായങ്ങളെ പറ്റി അല്ലെങ്കിൽ വർഷങ്ങളെ പറ്റി മനസ്സിലാക്കാനും കണക്കിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് മനാസിൽ, അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഏതും ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള മാസമാറ്റത്തിന്റെ മാനദണ്ഡമാണ്. അതുപോലെ തന്നെ ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുക എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം വരുമ്പോഴാണ് നമ്മൾ അതിന് പ്രമാണങ്ങൾ തേടുക. ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം തേടുക. നമ്മൾ ഓരോ ഇജ്തിഹാദും അങ്ങനെ തന്നെ ഉണ്ടാവുക. ആ ഇജ്തിഹാദ് വരുന്ന പ്രശ്നം വരുന്നതിന് മുമ്പ് ആ ഒരു ഇജ്തിഹാദ് ചെയ്ത് വെക്കാറില്ല. അതുപോലെ തന്നെ എന്താണ് ഈ പ്രശ്നത്തിന് നമ്മുടെ ഇടയിലുള്ള ഒരേ ദിവസം തന്നെ 2-3 പെരുന്നാളുകൾ അല്ലെങ്കിൽ ഒരേ പ്രദേശത്ത് 2-3 പെരുന്നാളുകൾ, നോമ്പ് വ്യത്യസ്തമാകുന്നു, നോമ്പിന്റെ ദിവസം പെരുന്നാളിന്റെ ദിവസം നോമ്പ് പിടിക്കുന്നു, ഈ ഹറാമ് നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്തുണ്ട്? ഈ വിഷയത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ജൂത കലണ്ടറിലേക്ക് അല്ലെങ്കിൽ ജൂതന്മാരുടെ ആശയം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞതല്ല വിഷയം. മറിച്ച് നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഡേ സ്റ്റാർട്ടിങ്ങിന്റെ വിഷയം. ഡേ സ്റ്റാർട്ടിങ് ജൂതന്മാർക്ക് എപ്പോൾ ആരംഭിക്കുന്നു നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. മുസ്ലിങ്ങൾ എപ്പോൾ ആരംഭിക്കുന്നു നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. നിങ്ങൾ ജൂതന്മാരുടെ കലണ്ടർ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അവർക്ക് എപ്പോൾ ഡേ തുടങ്ങുന്നത്? അവർക്ക് ഡേ തുടങ്ങുന്നത് സൂര്യാസ്തമയ ശേഷമാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കാം. തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്താം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒരു തെളിവിനെ ഖണ്ഡിച്ചു എന്നല്ലാതെ മൻസൂർ അലി എന്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച വിഷയത്തിൽ എന്താണ് മഗ്രിബിന് തുടങ്ങാനുള്ള തെളിവ്? ഇപ്പൊ ലൈല ആദ്യം പറഞ്ഞു എന്നുള്ളൊരു തെളിവാ. എന്നാ ഞാൻ ചോദിക്കട്ടെ, പകൽ ആദ്യം പറഞ്ഞ ഒരുപാടില്ലേ? ബുക്കറത്തം വാസീല ഒരു വിഷയം. പിന്നെ നാളെ എന്ന് പറയുമ്പോ എന്താ? അപ്പൊ ഇന്ന് മഗ്രിബിന് ശേഷം നമ്മൾ ആരെന്ത് പറയില്ല? തിങ്കളാഴ്ച എന്ന് പറയില്ല. ആരും തിങ്കളാഴ്ച എന്ന് പറയില്ല. ബുക്കറത്തൻ അല്ലെങ്കിൽ ബുക്കറ ഇൻഷാ അല്ലാ, ഓതൻ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ് അതിന്റെ അർത്ഥം. ഇത് സാധാരണ നമ്മളുടെ രീതിയിലുള്ളത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികൾ പരിശോധിച്ച് നോക്കൂ. നബി ഇഅ്തികാഫ് തുടങ്ങിയതെപ്പോഴാ? സുബഹിക്ക് ശേഷം. 10 ദിവസം പൂർണ്ണമായി ചെയ്യേണ്ട ഒരു കർമ്മം ആ 10 ദിവസത്തിന്റെ ആരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് സുബഹിന്റെ ശേഷമാണ്. പക്ഷെ നമ്മുടെ രീതിയിൽ നമ്മൾ എന്താക്കി? മഗ്രിബിന് ശേഷം ആരംഭിക്കുകയും പിന്നീട് മഗ്രിബിനെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രീതിക്ക് എന്താണ് ഇതിന്റെ സുന്നത്ത് നിങ്ങൾ പഠിച്ചു നോക്കാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അറഫയുടെ ദിവസം ആരെങ്കിലും അതിന്റെ ഫജറിന്റെ മുമ്പ് അറഫയിലെത്തിയാൽ അയാൾക്ക് അവിടെ നിന്നാൽ അയാൾക്ക് അറഫയുടെ കൂലിയുണ്ട്. മഗ്രിബോട് കൂടി അറഫ എന്നത് അവസാനിച്ചാൽ എങ്ങനെയാണ് അയാൾക്ക് പിറ്റേ ദിവസം മഗ്രിബ് ആ ദിവസത്തിന്റെ ഫജറിന്റെ മുമ്പ് അല്ലെങ്കിൽ ആ ദിവസം അവസാനിക്കുന്ന ഫജറിന്റെ മുമ്പ് അവിടെ എത്തിയാൽ കൂലി കിട്ടുക? ഇനി നമുക്ക് അല്ലെങ്കിൽ പിന്നെ എന്ത് പറയേണ്ടി വരും? അറഫ ആരംഭിക്കുന്നതിന് മുമ്പുള്ള 8ാം ദിവസത്തെ ആ ഫജറിന്റെ മുമ്പ് എത്തിയാൽ അപ്പൊ 8ാം തീയതി പോയാൽ തന്നെ അറഫക്ക് കൂലി കിട്ടുമെന്ന് പറയേണ്ടി വരും. ഇനി നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവൻ പരിശോധിച്ച് നോക്കി. ഹജ്ജിന് 8ാം തീയതി രാവിലെ പോകുന്നു, അന്ന് മിനായിൽ താമസിക്കുന്നു. മഗ്രിബിന് ശേഷം മിനായിൽ താമസിക്കുന്നത് അത് 9ാം തീയതിയായോ? അപ്പൊ എന്ത് പറയണം? 9ാം തീയതി അറഫ യൗമ അറഫ ആരംഭിച്ചു. അപ്പൊ യൗമ അറഫയിൽ ഫസ്റ്റ് ഹജ്ജ് ആരംഭിക്കുമ്പോൾ മിനയിൽ താമസിക്കണം എന്ന് പറയണം. പിന്നെന്ത് ചെയ്യണം? യൗമ അറഫ കഴിഞ്ഞിട്ട് ദുൽഹജ്ജ് 10-ന് മുസ്ദലിഫയിൽ താമസിക്കണം എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ ഓരോ കർമ്മങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റേണ്ടി വരും. സുബഹിനല്ല മഗ്രിബിനാണെന്ന് പറഞ്ഞാൽ. ഇനി ലൈല ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിൽ എന്തുണ്ട്? ഒരുപാട് സ്ഥലങ്ങളിൽ പകലിന് ആദ്യം പറഞ്ഞു വൽ ഫജ്ർ വലയാലിൻ അശ്ർ വൽദുഹ വല്ലൈലി ഇദാ സജാ. ഇവിടൊക്കെ എന്താ ആദ്യം പറഞ്ഞത്? പ്രഭാതമാണ്. പിന്നാണ് എന്ത് ചെയ്യണത്? രാത്രിയെ പറ്റി അതിലുള്ള ഘടകങ്ങളെ പറ്റി പറയുന്നത്. അത് മാത്രമല്ല
ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത് ഞാൻ പറഞ്ഞല്ലോ. ഇനി ആദ്യം പറയുന്നത് ആദ്യമാണ് നമ്മൾ വെക്കാന്ന് വിചാരിക്കുക. എന്നാ ഖുർആൻ പറയില്ലേ വസ്ജുദി വർക്കഈ, നിങ്ങൾ സുജൂദ് റുക്കൂഉം ചെയ്യുക. അപ്പൊ ആദ്യം സുജൂദ് പിന്നെ റുക്കൂഉം വരും. അതേപോലെ തന്നെ ഹജ്ജ് ഉംറയെ പറ്റി പറയുമ്പോൾ എന്താ പറഞ്ഞത്? വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ഉംറയെ നിങ്ങൾ പൂർത്തിയാക്കുക. നമ്മൾ നേരെ പോയിട്ട് ആദ്യം ഉംറ ചെയ്തിട്ട് പിന്നാണ് ഹജ്ജ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാവാം. പക്ഷേ പഠനത്തിന് വേണ്ടി ഈ വിഷയങ്ങളൊക്കെ പരിശോധിച്ചു. അപ്പൊ ആദ്യം പറഞ്ഞത് ആദ്യമല്ല. ഖുർആനിലെ 17-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ ഖുർആൻ പറയുന്നു, രാത്രിയുടെ ആയത്തിനെ ദൃഷ്ടാന്തത്തെ ഞാൻ മങ്ങിയതാക്കുന്നു. ആ മങ്ങിയതാക്കണതാണെന്ത്? അമാവാസി, മഹൗന എന്ന വാക്ക്. മനസ്സിലായില്ലേ? ഇവിടെ മിഹാക്ക് എന്ന് പറഞ്ഞത് ന്യൂമൂണാണെന്ന് പറഞ്ഞു. അതും തെറ്റാണ്. കാരണം എന്താ? മാസത്തിന്റെ അവസാനത്തെ 3 ദിവസത്തിനും എന്ത് പറയുന്ന ഇതേ അബ്ദുൽ ഹമീദ് മദീനി എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ 24-ാമത്തെ പേജ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എന്താണ് അതിൽ പറയുന്നത്? അറബികൾ പണ്ട് മുതലേ ഓരോ ചന്ദ്രമാസത്തെയും 3 ദിവസങ്ങളുള്ള 10 ഘടകങ്ങളായി തിരിക്കാറുണ്ട്. അതിൽ അവസാനത്തെ 3 ദിവസം ഉൾക്കൊള്ളുന്ന ഘടകത്തിന് മുഹാക്ക് എന്ന് പറഞ്ഞു വരുന്നു. പണ്ട് മുതലേ പറഞ്ഞു വരുന്നു. അപ്പൊ ഏത് ദിവസത്തിനാണ്? 3 ദിവസങ്ങളുള്ളതിൽ അവസാനത്തെ 3 ദിവസം. അമാവാസി എന്ന് പറയുന്നത് അവസാനത്തെ 3 ദിവസം, അതോ ഒരേ ഒരു ദിവസം? ഖുർആൻ പഠിപ്പിക്കുന്നു മഹാവന എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ എന്ന പ്രയോഗം നടത്തി. അത് മറക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ നേരത്തെ ഉദ്ധരിച്ചു ഒരു അമാവാസി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എന്ന് പറഞ്ഞു. അപ്പൊ അമാവാസി എന്തിനാ മാനദണ്ഡാക്കുന്നത്? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ അതിന്റെ പ്രയാണം ഒരു പൂർത്തിയാക്കി എന്ന് പറയണമെങ്കിൽ ഒരിക്കലെങ്കിലും അത് മറയണം. അല്ലെങ്കിൽ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൃത്യമായ കണക്കെടുക്കാൻ പറ്റില്ല. എന്നാൽ ജൂതന്മാർ ഇങ്ങനെയാണ് തുടങ്ങുന്നത്? അല്ല, അതാണ് മറ്റൊരു തെറ്റിദ്ധാരണ. ജൂതന്മാർക്ക് ഒരിക്കലും ന്യൂമൂൺ 1-ാം തീയതിയാണ്. അങ്ങനെയുള്ള രീതി അവർക്കുണ്ട്. ഇനി അത് മാത്രമല്ല, അവർ ആഘോഷങ്ങൾ എങ്ങനെ ചെയ്യാറുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഹിബ്രു കലണ്ടർ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഹിബ്രു കലണ്ടറിൽ അവരെന്ത് ചെയ്യും? മഗ്‌രിബിന്റെ സമയത്ത്, സൂര്യാസ്തമയ സമയത്ത് എന്ത് ചെയ്യുന്നു? മാസം നോക്കാൻ ആളെ നിശ്ചയിക്കുന്നു. കണ്ടുവന്ന ആളെന്ത് ചെയ്യുന്നു? സിനഗോഗിൽ എന്ന് പറയുന്നു, അയാളെ വിചാരണ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആഘോഷങ്ങൾ അങ്ങനെ ആഘോഷിക്കുന്നു. നമ്മൾ പറഞ്ഞതുമാതിരി പണ്ടുള്ള ചർച്ചയിൽ പറഞ്ഞല്ലോ, നോമ്പും പെരുന്നാളിനും കണ്ടാൽ മതി, മറ്റു മാസങ്ങളോ? ഇപ്പൊ സൂമൂലി റുയത്തി എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? നോമ്പും പെരുന്നാളല്ലേ ഉള്ളൂ. അതിൽ പോലെ എന്തില്ല? അതിൽ പോലെ ദുൽഹിജ്ജയുടെ പെരുന്നാളില്ല. ഒന്ന്. രണ്ടാമത്തെ മറ്റു മാസങ്ങളുടെ മാനദണ്ഡം ഒന്നുമില്ല. അപ്പോഴെന്ത് ചെയ്യേണ്ടി വരും? ഈ മാനദണ്ഡം വെച്ച് മറ്റു മാസങ്ങൾ നിർണ്ണയിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? മറ്റു മാസങ്ങളിലുള്ള തീയതികൾ കണക്കാക്കാൻ എന്ത് മാനദണ്ഡം? അതിന് ഹിലാലാണെങ്കിൽ അതിന് കൽപ്പന എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എല്ലാ മാസങ്ങളും നിങ്ങൾ നിർണ്ണയിക്കേണ്ടത് ഹിലാലിനെ കണ്ടുകൊണ്ടാണ് എന്നതിന് മാനദണ്ഡം പറയണം. അതുണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ബഹുമാനായ NV സാഹിബ് പോലെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നോമ്പും പെരുന്നാളും കണ്ടാൽ മാത്രം മതി. കാരണം എന്താണ്? കണ്ടുകൊണ്ട് തീരുമാനിച്ചാൽ ഒരു വർഷത്തെ കലണ്ടർ പോലെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലാന്ന്. സഹോദരന്മാർ, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ കലണ്ടറിനെ സൈഡാക്കാൻ വേണ്ടി കണ്ട് ജൂതന്മാർ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു കാര്യമാണ് കണ്ടതിന്റെ പിറ്റേന്ന് തുടങ്ങുക എന്നുള്ള രീതി. കാരണം അവരുടെ രീതിയാണ് നമ്മൾ ഇന്ന് അത് കണ്ടുവരുന്നത്. നിങ്ങൾ നോക്കൂ, ഉൽപ്പത്തി പുസ്തകത്തിലുള്ള ആദ്യ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണുള്ളത്? ദിവസത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നിടത്ത് പറയേണ്ടതാ? രാത്രിയായി പകലായി 1-ാം ദിവസം. വീണ്ടും കാണാം, രാത്രിയായി പകലായി 1-ാം ദിവസം. അപ്പൊ എന്താ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ പോലും ആദ്യ രാത്രി പിന്നെയും പകലാ. അപ്പൊ പറയാൻ പറ്റുന്നത് ജൂതന്മാരുടെ ശൈലിയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ശൈലിയാണ്. ഇത് മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ വാചകം ഹിബ്രു കലണ്ടറിന്റെ അവരുടെ സൈറ്റിൽ അവർ ഉദ്ധരിച്ചിട്ട് ഈ വേഴ്സസിന്റെ അടിസ്ഥാനത്തിലാണ് ജൂതന്മാർ അവരുടെ സമയം മഗ്‌രിബ് മുതൽ ആരംഭിക്കുന്നത് എന്നുമുണ്ട്. ചർച്ചകൾ പിന്നീടാവും.